ഹലോ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ എൻ്റെ തക്കുടുകളെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഡയഗ്രംസിന്റെ വീഡിയോ. +1 ബയോളജി എക്സാം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ വട്ടം ഡയഗ്രംസ് വന്നത് ഭയങ്കര കൂടുതലാണ്. +1 ബയോളജിനെ അപേക്ഷിച്ച് +2 ബയോളജിയിൽ അത്ര ഡയഗ്രങ്ങളൊന്നും ഇല്ല. വേഗം പഠിക്കാം, കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ വന്നാലും കുഴപ്പമില്ല, സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, ഓരോന്നും അടയാളപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഓരോ ഫിഗർ കണ്ടാൽ അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, പിന്നെ ഞാൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ പഞ്ചാര മുഞ്ചാരകളെ. എങ്ങുണ്ടായിരുന്ന ക്ലാസ്സിന് അവസാനം ഒന്ന് കമന്റ് ചെയ്യണേ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം കൂടെ ഒന്ന് തരാൻ ശ്രമിക്കണേ. ഓക്കെ, ഡയഗ്രംസിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ മക്കളെ കംപ്ലീറ്റ് ഡയഗ്രാം ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? സെക്ച്വൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആന്തറിന്റെ ലെയറുകളാണ്. ചോദ്യം വരും, ആന്തറിന്റെ ലെയർ അടയാളപ്പെടുത്താൻ. സെൻട്രൽ ഭാഗം ആദ്യ കണക്റ്റീവ്, രണ്ട് ലോബിലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം, ഇത് എപ്പിഡെർമിസ് ഏറ്റവും പുറത്തുള്ളത്, പിന്നെ എൻഡോത്തീഷ്യം, പിന്നെ ആരാ നടുക്കുള്ളത് മിഡിൽ ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ആരാ ടപ്പീറ്റം. അപ്പൊ ഓർത്തോണം ഏതൊക്കെ ലെയർ? എപ്പിഡെർമിസ് ഉണ്ട്, എൻഡോത്തീഷ്യം ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, ടപ്പീറ്റം ഉണ്ട്. 4 ലെയർ ഓഫ് ആന്തറിന്റെ ലേയേഴ്സ് പരീക്ഷയ്ക്ക് വരും. എപ്പി എന്തോ മിഡിലി തപ്പി, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ടിഷ്യൂവിന്റെ പേരെന്താ? സെല്ലിന്റെ കൂട്ടത്തിന്റെ പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. അത് ഇമ്പോർട്ടന്റോ ലെസ് ഇമ്പോർട്ടന്റോ ഒന്നും നോക്കണ്ട, ഈ ചിത്രത്തിൽ ഇമ്പോർട്ടന്റ് ലെയറാ, പക്ഷെ സ്പോറോജീനസ് ടിഷ്യൂ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ അതായിരിക്കും ഇനി വരാൻ പോണത്. ചിത്രത്തിൽ എന്തുണ്ടോ അത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് നോൺ ഇമ്പോർട്ടന്റ് നോക്കേണ്ട കാര്യമില്ല. അടുത്ത മക്കളെ, ഇതാണ് ഏത്? ഹിബിസ്കസിന്റെ ആണ് കേട്ടോ ഇത്. ഹിബിസ്കസിന്റെ ചെടിയാണ്. ഹിബിസ്കസ് ചെമ്പരത്തിയിലെ സിഗ്മ ഷൈല് ഓവറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് താഴ്ഭാഗമാണ് തലാമസ്. ഇതെന്താ? സിങ്കാർപ്പസ് ഓവറിയാണ്. ഏതാ? എവിടെ കാണാം സിങ്കാപ്പസ്? പപ്പാവറിലാണ് സിങ്കാപ്പസ് കാണാം കേട്ടോ. ഇതെന്താ? ഓരോ കാർപ്പലും ഫ്രീ ആണ്. അപ്പൊ ഇതെന്താ? അപ്പോകാർപ്പസ് ഓവറി. സിങ്കാർപ്പസ് ഓവറിയാണ് ഇതെങ്കിൽ എല്ലാ കാർപ്പലും ഫ്യൂസ്ഡ് ആണ്. ഇത് ഓരോ കാർപ്പലും സെപ്പറേറ്റ് ആയിട്ട് കാണാം. അപ്പോകാർപ്പസ് ഓവറിയ. ഇതെവിടെ കാണാൻ അറിയോ? മൈക്കീലിയ. കാർപ്പലുകൾ യുണൈറ്റഡ് ആണെങ്കിൽ, ഫ്യൂസ്ഡ് ആണെങ്കിൽ അതാണ് സിങ്കാർപ്പസ് ഓവറി. ഓരോ കാർപ്പലും സെപ്പറേറ്റ് ആണെങ്കിൽ അപ്പോകാർപ്പസ് ഓവറി. സിങ്കാർപ്പസ് പപ്പാറിലെ കാണും, അപ്പോകാർപ്പസ് മൈക്കേലിയിൽ കാണും. ഓവ്യൂളിന്റെ ചിത്രം ഒരു വട്ടം ചോദിച്ചതാണ് സാറേ. ഇതാണ് എംബ്രിയോ സാക്ക്. അതിന് ചുറ്റുമുള്ള സെല്ലിന്റെ പേര് ന്യൂസിലസ് ആണ്. ഇതാണ് ഓപ്പണിംഗ് മൈക്രോപൈല്. അതാണ് ആ പോളാണ് മൈക്രോപൈലൽ പോള്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം ചലാസ. അതിന്റെ കവറിങ്ങിന്റെ പേര് ഇന്റഗ്യുമെന്റ്, ഔട്ടർ ഇന്നർ ഇന്റഗ്യുമെന്റ്. പിന്നെന്താ? ഇതാണ് ഫ്യൂണിക്കിളും ഒവ്യൂളും തമ്മിൽ ചേരുന്ന ഭാഗത്തിന്റെ പേരെന്താ? ജംഗ്ഷന്റെ പേരാണ് ഹയലം. മക്കളെ, ഇതാണ് പോളിംഗ് ഗ്രൈന്റെ ചിത്രമാ. വലിയ സെൽ വെജിറ്റേറ്റീവ്, ചെറിയ സെൽ ജനറേറ്റീവ് സെൽ. ഇത് എംബ്രിയോ സാക്കിന്, ഇത് എപ്പോഴും വരാറുണ്ട്. മുകളിലുള്ള 3 സെല്ലിന്റെ പേര് ആന്റിപോഡൽ, നടുക്കുള്ളത് സെൻട്രൽ സെൽ, അതിലെ ന്യൂക്ലിയസിന്റെ പേര് പോളാർ ന്യൂക്ലിയൈ. എഗ് സിനർജിയുടെ ചേർത്ത് നമ്മൾ എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ്. എഗിനെ സിനർജിസിനെ ചേർത്ത് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. സിനർജിസിലെ സ്പെഷ്യൽ തിക്കനിങ്ങിന്റെ പേര് ഫില്ലിഫോ അപ്പാരറ്റസിന്റെ പണി എന്താ? ഗൈഡ് പോളൻ ട്യൂബ് ഇൻടു എംബ്രിയോ സാക്. ഫില്ലിഫോ അപ്പാരറ്റസിന്റെ പണി എന്താ? ഗൈഡ് പോളൻ ട്യൂബ് ഇൻ എംബ്രിയോ സാക്. ഇത് തന്നിട്ട് എപ്പോഴും ചോദിക്കുന്നത് ഫില്ലിഫോ അപ്പാരറ്റസിന്റെ പണിയാണ് ഗൈഡ് പോളൻ ട്യൂബ് ഇൻടു ദ എംബ്രിയോ സാക്. ഇത് എന്താ? ഓക്സാലിസ് വയോള കൊമലിന. ഏത് പ്ലാന്റ് എഴുതിയാലും കുഴപ്പമില്ല. ഓക്സാലിസ് എന്നോ വയോള എന്നോ കൊമലിന ഏതെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഏതാ പർട്ടിക്കുലർ ഏതാന്ന് ഇൻസേർട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഏതെഴുതിയാലും കുഴപ്പമില്ല. അതിലെ ഓപ്പൺ ആയിരിക്കുന്ന ഫ്ലവറിന്റെ പേരെന്താ? ചാസ്മോഗമസ് ഫ്ലവർ. അടഞ്ഞിരിക്കുന്ന ഫ്ലവർ ആരാ? ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവർ. ഓപ്പൺ ചാസ്മോ, ക്ലോസ് ക്ലിസ്റ്റോ. ഇതാണ് മക്കളെ വലീസ്നേറിയന്റെ ഫീമെയിൽ ആണിത്. ഇത് ഫീമെയിൽ ഫ്ലവർ. അവരുടെ ലോങ് സ്റ്റോക്ക് ആണിത്. ഫീമെയിൽ ഫ്ലവർ. ഇത് മെയിൽ ഫ്ലവർ ആണ്. ഇത് ഫീമെയിൽ ഫ്ലവർ ലോങ് സ്റ്റോക്കില് സർഫസിൽ വന്ന് നിൽക്കും. ആ ഫീമെയിൽ ഫ്ലവർ എടുത്ത് കാണിച്ചിരിക്കുന്ന ചിത്രമാണിത്. അതിൻ്റെ അടുത്ത് മെയിൽ ഫ്ലവർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് പോളൻ ഗ്രെയിൻ ഉള്ളിൽ വീഴും, പോളിനേഷൻ നടക്കും. ഓക്കെ, അടുത്ത എന്താ സാറേ? ഇതൊന്നും പഠിക്കാണ്ട് ഇത് പഠിക്കണം. സൈഗോട്ട് ആദ്യം ആകുന്ന സ്റ്റേജിന്റെ പേരാ പ്രോ എംബ്രിയോ. സൈഗോട്ട് ആദ്യം എന്താകും? പ്രോ എംബ്രിയോ ആകും. പ്രോ എംബ്രിയോ എന്തായിട്ട് മാറും? ഗ്ലോബുലാർ എംബ്രിയോ ആകും. അത് നേരെ എന്താകും? ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ആകും. ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ മെച്ചുവർ എംബ്രിയോ ആകും. ഇതൊരു വട്ടം അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിന്റെ പേരെന്താ? ഈ ഭാഗത്തിന്റെ സസ്പെൻസർ എന്നാ വിളിക്കുക. സസ്പെൻസ് അല്ല കേട്ടോ, സസ്പെൻസർ. ഈ കാണുന്ന ഭാഗത്തിന്റെ പേരെന്താ? റാഡിക്കിൾ. ഇതാണ് 2 കോട്ടിടൻ. ഇതിന്റെ പേരാണ് പ്ലിമ്യൂള്. ഈ മെച്ചുവർ എംബ്രിയോയുടെ ഡയഗ്രാം അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി സാർ. 2 കോട്ടിടൻ ഉണ്ട് ഡൈക്കോട്ടില്. എന്നാൽ മോണോകോട്ടിലോ ഒറ്റ കോട്ടിടനേ ഉള്ളൂ. ഇതാണ് അവരുടെ കോട്ടിടൻ.
ആ ഒറ്റ കോട്ടറിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. 2 കോട്ടറിനുണ്ട് ഡൈക്കോട്ടില്, മോണോകോട്ടിൽ ഒറ്റ കോട്ടറിനെ ഉള്ളൂ. മോണോകോട്ടിലെ ആ ഒറ്റ കോട്ടറിന് ഒരു സ്പെഷ്യൽ പേരുണ്ട്, അതിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം എന്നാ വിളിക്കുക. ഇതെന്താ സാറേ? എംബ്രിയോണൽ ആക്സിസിന്റെ മുകൾ ഭാഗം പ്ലിമ്യൂള്, താഴ്ഭാഗം റാഡിക്കൽ. റാഡിക്കലിന്റെ കവറിങ് എന്താ? റൂട്ടിക്യാപ്. ഈ റീജിയന്റെ പേരാണ് ഹൈപ്പോകോട്ടൽ റീജിയൻ. ഇത് ആർക്കും എഴുതാൻ കിട്ടില്ല, ബാക്കി എല്ലാം കിട്ടും. ഇത് എഴുതാനായിരിക്കും കിട്ടാത്തത്, നോക്കി വെക്കണം. കഴിഞ്ഞ വട്ടം വന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മോണോകോട്ട് എംബ്രിയോ ആണ്. അപ്പൊ ഇനി വരാൻ ചാൻസ് ഡൈക്കോട്ട് എംബ്രിയോ ആണ്. മോണോകോട്ട് എംബ്രിയോയിൽ ഒരു കോട്ടറിനെ ഉള്ളൂ, അതിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. ഈ റീജിയൻ ആണ് ഷൂട്ടപ്പെക്സ് അല്ലെങ്കിൽ പ്ലിമ്യൂൾ എന്ന് വിളിക്കും. ഇതാണ് റാഡിക്കൽ. റാഡിക്കലിന്റെ കവറിങ് കോളിയോറൈസ, റൂട്ടിക്യാപ്. അതിന് പുറത്തുള്ളതാണ് കോളിയോറൈസ. ഷൂട്ടപ്പെക്സിന്റെ കവറിങ് ആണ് എന്ത്? കോളിയോപ്റ്റൈല്. പ്ലിമ്യൂളിന്റെ കവറിങ് ഇത് എഴുതി വെച്ചോ. പ്ലിമ്യൂളിന്റെ കവറിങ്ങിന്റെ പേരാണ് കോളിയോപ്റ്റൈൽ എന്നാ വിളിക്കുക. പ്ലിമ്യൂളിന്റെ വേറെ പേരാണ് ഷൂട്ടപ്പെക്സ്. റാഡിക്കലിന്റെ കവറിങ്ങിന്റെ പേരാ മക്കളെ കോളിയോറൈസ എന്ന് വിളിക്കുക. നോക്കി വെക്കണേ. ഇതാണ് അവരുടെ സ്ട്രക്ചർ. എപ്പിബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തില് ഡൈക്കോട്ടിൽ 2 കോട്ടറിനും വൃത്തിക്ക് കാണാലോ. മോണോകോട്ടിൽ ഒരു കോട്ടറിനാണ് നല്ല പോലെ വളരുക, മറ്റേത് ചെറുതായിട്ട് വളരുള്ളൂ. നമ്മൾ പക്ഷെ ഒരു കോട്ടറിനുള്ളതേ പറയുള്ളൂ, മറ്റേതിനെ പരിഗണിക്കില്ല. ഈ വളരാത്ത മോണോകോട്ടിന്റെ ഈ കോട്ടറിന്റെ പേരാണ് എപ്പിബ്ലാസ്റ്റ്. സത്യത്തിൽ ഡൈക്കോട്ടിൽ 2 കോട്ടറിനുണ്ട്, മോണോകോട്ടിൽ 2 ഉണ്ട്. ഡൈക്കോട്ടിലെ 2ഉം വെൽ ഡെവലപ്ഡ് കോട്ടറിനാ, കണ്ടോ 2 നല്ല നീളമുണ്ട്. മോണോകോട്ടിലെ 2 കോട്ടറിൽ 1 മാത്രമേ വൃത്തിക്ക് വളരുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഒരു കോട്ടറിനുണ്ടെന്നേ പറയാറുള്ളൂ. ആ ഒരു കോട്ടറിന്റെ പേരാ സ്ക്യൂട്ടെല്ലം. എന്നാൽ വളരാത്ത മറ്റേ കോട്ടറിന്റെ പേരെന്താ? മോണോകോട്ട് എംബ്രിയോയിലെ എപ്പിബ്ലാസ്റ്റ്. വളർന്ന കോട്ടറിന്റെ പേര് സ്ക്യൂട്ടെല്ലം, വളരാത്ത മറ്റേ കോട്ടറിന്റെ പേരാണ് എപ്പിബ്ലാസ്റ്റ് എന്നാ വിളിക്കുക. ഇതാണ് ആപ്പിള്, സ്ട്രോബെറി മക്കളെ. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാ. ഈ ചിത്രം കണ്ടിട്ട് ചോദിക്കും ഇവർ എന്തിന് എക്സാമ്പിളാ? ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാ. ഇതാണ് അവരുടെ തലാമസിൽ നിന്നുണ്ടാകുന്നതാണല്ലോ ഫോൾസ് ഫ്രൂട്ടുകൾ. രണ്ടിടത്തും തലാമസിൽ നിന്നുണ്ടാകുന്നതാണ് ഫോൾസ് ഫ്രൂട്ട്, ഓവറിൽ നിന്നുണ്ടാകുന്ന ട്രൂ ഫ്രൂട്ട്. ഇത് രണ്ടും അതിന്റെ തലാമസിൽ നിന്നുണ്ടായതാ. ഇത് അവരുടെ സീഡാണ് കേട്ടോ. ഇത് ഏറ്റവും ഉള്ളിലുള്ള എന്താ? എൻഡോകാർപ്പ്. അതിന്റെ പുറത്തുള്ള മീസോകാർപ്പ്. പുറത്ത് ഇതിന്റെ പൈനാപ്പിളിന്റെ ഏറ്റവും പുറത്തുള്ള സ്കിന്നിന്റെ പേരാണ് അച്ചിനി എന്ന് വിളിക്കുക. ഏറ്റവും പുറത്തുള്ള സ്കിന്നിന്റെ പേര് അക്കിനി എന്ന് വിളിക്കുക. അതൊന്നും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, വിട്ടേര്. ഇത് മോണോകോട്ട് എംബ്രിയോന്റെ ചിത്രമാണ്. നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ട് മക്കളെ. ഇത് +1 ഉണ്ട് മക്കളെ. ഇതാണ് അവരുടെ എംബ്രിയോ. ഇതവരുടെ എംബ്രിയോ, ഇതവരുടെ എന്താ സാർ? എൻഡോസ്പോം. ഇതവരുടെ എംബ്രിയോ, മറ്റേതവരുടെ എൻഡോസ്പോം. എംബ്രിയോയിലെ ഏറ്റവും മുകൾ ഭാഗം പ്ലിമ്യൂളിന്റെ കവറിങ് എന്താ? കോളിയോപ്റ്റൈല്. താഴ്ഭാഗം റാഡിക്കലിന്റെ കവറിങ് എന്താ? കോളിയോറൈസ എന്ന് വിളിക്കുക. ഇതാണ് അവരുടെ എംബ്രിയോണൽ ആക്സിസ. അവർക്ക് ഒരു കോട്ടറിനുള്ള, ഇതാണ് അവരുടെ ഒരു കോട്ടർ. ഇതാണ് അവരുടെ കോട്ടർ. ആ കോട്ടറിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. ഇതാണ് സാറേ അവരുടെ എംബ്രിയോണൽ ആക്സിസ്. അതിന്റെ സൈഡിൽ കാണുന്ന ഇത്രയും ഭാഗം അവരുടെ ഒരു കോട്ടറിനാ. ഈ ഒരു കോട്ടറിന്റെ പേരെന്താ? സ്ക്യൂട്ടെല്ലം. ഇനി ഒരു കോട്ടറിനല്ല, ഒന്നേ ഉള്ളൂ, സ്ക്യൂട്ടെല്ലം. ഇതാണ് അവരുടെ എൻഡോസ്പോം. ഇവിടെ ചോദിക്കുന്ന വേറെ ചോദ്യം, എൻഡോസ്പെമിന് ഒരു പ്രോട്ടീൻ കവറിംഗ് ഉണ്ട്, കണ്ടോ? ഇതാണ് എൻഡോസ്പെമിന്റെ ഈ പ്രോട്ടീൻ കവറിങ്ങിന്റെ പേരുണ്ട്. അതിന്റെ പേരാണ് അല്യൂറോൺ ലെയർ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടല്ലോ. മോണോകോട്ട് സീഡിലെ ഈ ചിത്രത്തിൽ എൻഡോസ്പെമിന് ഒരു പ്രോട്ടീൻ വെച്ചുണ്ടാക്കി, ഇതാണല്ലോ എൻഡോസ്പെം. അതിന് പ്രോട്ടീൻ വെച്ചുണ്ടാക്കിയ ഒരു ലെയർ ഉണ്ട്, അതിന്റെ പേരെന്താ? അല്യൂറോൺ ലെയർ എന്ന് വിളിക്കുക. എന്താ അല്യൂറോൺ ലെയർ? മോണോകോട്ട് എംബ്രിയോയിലെ എൻഡോസ്പെമിന് ചുറ്റുമുള്ള പ്രോട്ടീൻ ലെയർ, അതാണ് അല്യൂറോൺ ലെയർ. ഇതാണ് മക്കളെ ബയോടെക്നോളജിയിലെയാണ്. ഈ കോർവൺ വന്ന് കട്ട് ചെയ്യും ഇവിടെ ജീന്റെയും എന്റെ ഇടയ്ക്ക്. അപ്പൊ എന്തുണ്ടാകും? സിക്കിയന്റ് ഉണ്ടാവും. ഇവിടെ സിക്കിയന്റ് ഉണ്ടാവും. ഇതാരുടെ? വെക്ടറിന്റെ DNA, ഇത് ഫോറിൻ DNA. രണ്ടിടത്തും സിക്കിയന്റ് ഉണ്ടാവുമ്പോൾ വേഗം കമ്പൈൻ ചെയ്യിക്കും. ആരാ കമ്പൈൻ ചെയ്യിക്കുക? ബൈ ലിഗേസ്. സിക്കിയന്റിന്റെ പ്രത്യേകത അതാ. സിക്കിയന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താ അറിയാമോ? വേഗം ലിഗേസിനെ അതിനെ ഒന്നിച്ചേർപ്പിക്കാൻ പറ്റും. ഈക്വാർൺ വന്ന് കട്ട് ചെയ്തു, അപ്പൊ ഇങ്ങനൊരു സിക്കിയന്റ് ഉണ്ടായി. ഇവിടെ ഈക്വാർൺ വന്ന് കട്ട് ചെയ്തു, ഇങ്ങനൊരു സിക്കിയന്റ് ഉണ്ടായി. ഈ സിക്കിയന്റുകൾ വേഗം യോജിപ്പിക്കാൻ ആർക്ക് പറ്റും? ലിഗേസിന് വേഗം ആക്ട് ചെയ്യാൻ പറ്റുന്നത് സിക്കിയന്റ് ഉള്ളപ്പോഴാണ്. സിക്കിയന്റ് ഉണ്ടെങ്കിൽ അവർ വേഗം കൂട്ടിച്ചേർക്കും DNA. ഓക്കെ അല്ലേ? ഇതൊന്നും പ്രത്യേകം ചോദ്യം ചോദിക്കാനില്ല. ഇത് നമ്മുടെ ഫോറിൻ ജീൻ, നമ്മുടെ ജീനിനെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഡിസൈറബിൾ ജീന്. അതെന്ത് ചെയ്തു? ലിഗേസ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീകോമിനന്റ് DNA, RDN എന്ന് വിളിക്കും. നമ്മൾ സെല്ലിലേക്ക് കൊടുത്തു. ഇനി ആ സെല്ല് 2 ആകുമ്പോഴും ഓരോന്ന് വെച്ച് ഓരോ സെല്ല് വരും. നിങ്ങൾ ഒരു ബാക്ടീരിയന്റെ ഉള്ളിൽ ഒരു RDN കൊടുത്തു. ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് എത്ര എണ്ണാകും? 2 എണ്ണാകും. അപ്പൊ ഇവന്മാരും ഡിവൈഡ് ചെയ്ത് 2 ആകും. ഓരോന്നും ഓരോ സെല്ലിലേക്ക് വരും കേട്ടോ. ബാക്ടീരിയകൾ ഡിവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ പ്ലാസ്മിഡുകളും ആ RDNകളും ഡിവൈഡ് ചെയ്യും.
ആ DNA ഡിവൈഡ് ചെയ്യും. ഇതേതാ സാറേ? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസസ്. അഗറോസ് ജെൽ ഇലക്ട്രോഫോറസസ് ആണ്. ഇതിൽ ലാർജ് DNA കഷ്ണങ്ങൾ ബാക്കിലാ കാണാം, സ്മോൾ DNA കഷ്ണങ്ങൾ ഫ്രണ്ടിലാ കാണാം. എങ്ങനെ കാണാമെന്നറിയാലോ? ഇതിലെ DNA കഷ്ണങ്ങൾ എങ്ങനെ കാണാൻ പറ്റുക? വിഷ്വലൈസ് ചെയ്യുക. എതിഡിയം ബ്രോമൈഡ് ചേർക്കുക, UV ലൈറ്റ് അടിക്കുക, അപ്പൊ ബ്രൈറ്റ് കളറിൽ കാണും. നമുക്ക് വേണ്ട DNA നമ്മൾ ഈ മീഡിയത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. മീഡിയത്തിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും, കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. ഈ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എലൂഷൻ. നമുക്ക് വേണ്ട ജീനിനെ ഈ മീഡിയത്തിൽ നമ്മൾ കുഴിച്ചിങ്ങെടുക്കും, കുഴിച്ചിങ്ങനെ മാറ്റുന്നതിന്റെ പേരാണ് എലൂഷൻ എന്ന് വിളിക്കുക. ഇതാണ് സാർ PBR 322. ഇതിന്റെ പേരെന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ജീന്റെ പേരാണ് ROP, റിപ്രസർ ഓഫ് പ്രൈമർ. റിപ്രസർ ഓഫ് പ്രോട്ടീൻ അല്ല, റിപ്രസർ ഓഫ് പ്രൈമർ എന്നാ വിളിക്കുക. പ്രൈമർ. ഇവിടെ കാണുന്നത് ആരാ? സെലക്ടബിൾ മാർക്കർ, ആംബിസിൻ റെസിസ്റ്റന്റ് ജീൻ. അടുത്ത സെലക്ടബിൾ മാർക്കർ അതാരാ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. 8 എൻസൈമുകൾക്കുള്ള സൈറ്റ് ഉണ്ട് PBR 322. ഇത് ആരുടെ ചിത്രമാണെന്ന് ആദ്യം എഴുതി വെക്കണം. PBR 322 ഫുൾ നെയിം അറിയാലോ? പ്ലാസ്മിഡ് ബൊളിവർ റോഡ്രിഗസ് 322. ഇതിലാരാ? എത്ര എൻസൈമുകൾക്ക് കട്ട് ചെയ്യാൻ പറ്റും സാർ? 1, 2, 3, 4, 5, 6, 7, 8. 8 എൻസൈമുകൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് ഉണ്ട് ഇവിടെ PBR 322. ORI എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ROP എന്താ? റിപ്രസർ ഓഫ് പ്രൈമർ. ആ ROP ജീന്റെ പണിയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക. എന്തിനെ? ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളത്. ഇറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡ്, ഇതൊരു പ്ലാസ്മിഡ് ആണല്ലോ, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യണം. 1, 2, 4 എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഈ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോട്ടീൻ കൊടുക്കുന്നത് ആരാ? ROP ജീനുകളാ മക്കളെ. ROP ജീനുകളാ. ആംബിസിലിനും ടെട്രാസൈക്ലിനും എന്താ? സെലക്ടബിൾ മാർക്കർ ആണ്. സെലക്ടബിൾ മാർക്കർ, ആംബിസിൻ റെസിസ്റ്റന്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. ഇതാണ് മക്കളെ PCR. ഇതെന്നാൽ PCR എന്ന് എഴുതണം. PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതിൽ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ടോക്ക് പോളിമറൈസ്. ടോക്ക് പോളിമറൈസ്. തെർമോസേബിള. എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഈ എൻസൈമിന് ഒന്നും പറ്റില്ല. ഇതിനെ ഒരു ബാക്ടീരിയയിൽ നിന്നാണ് വേർതിരിച്ചത്. ആ ബാക്ടീരിയന്റെ പേരെന്താ? ദർമസ് അക്വാട്ടിക്കസ്. ആ ബാക്ടീരിയന്റെ പേരെന്താ? ദർമസ് അക്വാട്ടിക്കസ്. ദർമസ് അക്വാട്ടിക്കസിൽ നിന്ന് വേർതിരിച്ച എൻസൈമാണ് ടോക്ക് പോളിമറൈസ്. ഇവരെ എത്ര ടെമ്പറേച്ചർ കൊടുത്താലും അങ്ങനെ നിന്നോളും. ഇതിലെ 3 സ്റ്റെപ്പ് പഠിക്കണം. ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ. ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ. അനലിംഗ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ DNA കഷ്ണങ്ങളുടെ പേരെന്താ? പ്രൈമറുകൾ എന്നാ വിളിക്കുക. പ്രൈമറുകൾ. PCR എന്ന് കണ്ടാൽ മനസ്സിലാകണം. 3 സ്റ്റെപ്പിന്റെ പേര് ഓർക്കണം. അതിൽ ലാസ്റ്റ് എക്സ്റ്റൻഷനിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ടോക്ക് പോളിമറൈസ്. അത് ഏത് ബാക്ടീരിയ വേർതിരിച്ച? ദർമസ് അക്വാട്ടിക്കസ്. ഇതാണ് മക്കളെ ബയോറിയാക്ടർ. ഇതെന്താ? ഇത് സ്പാർജിഡ്. ഇത് സ്പാർജിഡ് സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ. ഇത് സിമ്പിൾ സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ. ഇതിന്റെ പേര് സിമ്പിൾ സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ. ഇതെന്താ? സ്പാർജിഡ് സ്റ്റൈഡ്. സ്പാർജിഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇങ്ങനെ പമ്പ് ചെയ്ത്. ഇതാണ് മക്കളെ മോട്ടർ. ഇതെന്താ? ആസിഡ് ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം. ഇത് സ്റ്റീം, നല്ല പുക വരുത്തുന്ന ഭാഗം. ഇത് ഫോം ബ്രേക്കർ. ഇത് ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പല്ലർ. ഇതാണ് കൾച്ചർ ബ്ലോത്ത് പത. ഇതാണ് സ്റ്റെറൈൽ എയർ പോകുന്ന എൻട്രി. സ്റ്റെറൈൽ എയർ നോക്കി വെക്കണം. ഇത് സത്യത്തെ അങ്ങനെ അടയാളപ്പെടുത്താൻ ചോദിക്കാറില്ല കേട്ടോ. ഇതാണ് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇതിന്റെ പേര് ചോദിക്കും. രണ്ടിന്റെ ആദ്യം ഡയഗ്രം തന്നിട്ട് എന്താന്ന് ചോദിക്കും. അപ്പൊ ഇത് സിമ്പിൾ സ്റ്റൈഡ് ടാങ്ക് റിയാക്ടർ, ഇത് സ്പാർജിഡ് ടാങ്ക് റിയാക്ടർ ഓർക്കണം. എന്നിട്ട് ഇതിന്റെ ഭാഗം അടയാളപ്പെടുത്താൻ ചോദിക്കുക കേട്ടോ. ഇതെന്താ സാറേ? പ്രോ ഇൻസുലിൻ, മെച്ചുർ ഇൻസുലിൻ. പ്രോ ഇൻസുലിൻ എന്തുണ്ട്? A ചെയിൻ ഉണ്ട്, C ചെയിൻ ഉണ്ട്, B ചെയിൻ ഉണ്ട്. മെച്ചുർ ആകുമ്പോഴോ Aയും Bയും മാത്രമേ ഉള്ളൂ, C ചെയിൻ കാണില്ല. പ്രോ ഇൻസുലിൻ. മെച്ചുർ ആകാത്ത ഇൻസുലിൻ Aയും Bയും Cയും ഉണ്ട്, മെച്ചുർ ആയത് Aയും Bയും മാത്രമേ ഉള്ളൂ. ഇതാണ് മക്കളെ 3 ടൈപ്പ് പോപ്പുലേഷൻ. എക്സ്പാൻഡിങ് പോപ്പുലേഷൻ, സ്റ്റേബിൾ പോപ്പുലേഷൻ, ഡിക്ലൈനിങ് പോപ്പുലേഷൻ. എക്സ്പാൻഡിങ് എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴാണ് വിളിക്കുക? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും കൂടുതൽ. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ കൂടുതലാണെങ്കിൽ അതിന്റെ പേര് സാർ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. എന്താ സാറേ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരും തുല്യ നമ്പർ ആയിരിക്കും. ഒരു പോപ്പുലേഷനിലെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതലെങ്കിൽ അതാണ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം സെയിം ആണെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റേബിൾ പോപ്പുലേഷൻ. എന്നാൽ വേറെ പോപ്പുലേഷൻ ഉണ്ട് സാറേ. ആ പോപ്പുലേഷനിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ളവരാ കൂടുതൽ. ബാക്കി പോസ്റ്റും റീപ്രൊഡക്റ്റീവും പ്രീ റീപ്രൊഡക്റ്റീവ് ഉള്ളവരൊക്കെ എണ്ണം കുറവാ. പ്രീ റീപ്രൊഡക്റ്റീവ് ഉള്ളവരുടെ എണ്ണം കൂടിയാൽ എക്സ്പാൻഡിങ്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉള്ളവരുടെ എണ്ണം കൂടിയാൽ ഡിക്ലൈനിങ്. രണ്ടിന്റെ എണ്ണം ഈക്വൽ ആയിട്ടുണ്ടെങ്കിലോ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്നാ വിളിക്കുക. ഇതാ മക്കളെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ. കൂട്ടുന്ന ആരാ? നാറ്റാലിറ്റി, ബർത്ത് റേറ്റ്,
പിന്നെന്താ ഇമിഗ്രേഷൻ. കുറയ്ക്കുന്ന ആരാ മക്കളെ? എമിഗ്രേഷൻ, അതേപോലെ മോർട്ടാലിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടുന്നത് നാറ്റാലിറ്റി, ഇമിഗ്രേഷൻ, കുറയ്ക്കുന്നത് എമിഗ്രേഷൻ, മോർട്ടാലിറ്റി. ജനനനിരക്ക്, മരണനിരക്ക്, വന്ന് കയറുന്നവരുടെ എണ്ണം, പോകുന്നവരുടെ എണ്ണം. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ട് സ്പീഷീസ് അതിന്റെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണെങ്കിൽ മ്യൂച്വലിസം, രണ്ടുപേർക്കും പ്രശ്നമാണെങ്കിൽ കോമ്പറ്റീഷൻ. ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ പ്രിഡേഷനും പാരസൈറ്റിസം. പ്രിഡേഷനിലും പാരസൈറ്റിസത്തിലും ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവാ. എന്നാൽ കമൻസാലിസത്തിലോ ഒരാൾക്ക് നല്ലത് ഒരാൾക്ക് ന്യൂട്രൽ, ഒരു എഫക്റ്റീവ് ഇല്ല. ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് സീറോ ആണെങ്കിൽ അമൻസാലിസ്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് 1 മാർക്കിന് ചോദിക്കുക. ഒരാൾക്ക് ഭയങ്കര പ്രശ്നം, മറ്റേയാൾക്ക് ഒരു എഫക്റ്റീവ് ഇല്ല, ന്യൂട്രലാ എങ്കിൽ അത് അമൻസാലിസം സാറേ. ഇതെന്തിന്റെ മക്കളെ? ഇതെന്തിന്റെ അറിയോ? ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ളതാണ് നമ്മളെ കാണിച്ചേക്കുന്നത് കേട്ടോ. ഫിഗ് ട്രീക്ക് എന്ത് പറ്റും? ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഫിഗ് ട്രീ ആൻഡ് വാസ്പ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഫിഗ് ട്രീ വാസ്പിന് എന്ത് കൊടുക്കും? സീഡ് ലൈ ചെയ്യാൻ, സീഡിനെ ഇടാൻ. സീഡല്ല, മുട്ട, എഗ്. ഫിഗ് ട്രീ എന്താ വാസ്പിന് കൊടുക്കുക? എഗ് ലൈ ചെയ്യാൻ, മുട്ട ഇടാൻ സ്ഥലം കൊടുക്കും. വാസ്പ് തിരിച്ച് ഫിഗിന് എന്താ ചെയ്തു കൊടുക്കുക? പോളിനേഷൻ ചെയ്തു കൊടുക്കുക. രണ്ടുപേർക്കും ബെനിഫിറ്റാ, മ്യൂച്വലിസമാ. ഫിഗ് ട്രീ കാരണം വാസ്പിന് മുട്ട ഇടാൻ സ്ഥലം കിട്ടും ഓവറിന്റെ ഉള്ളില്. എന്നാൽ വാസ്പിന് തിരിച്ച് ഫിഗ് ട്രീനെ കൊണ്ട് എന്താ? വാസ്പ് കാരണം ഫിഗ് ട്രീക്ക് എന്താ കിട്ടുക? പോളിനേഷൻ കിട്ടും. ഫിഗ് കാരണം വാസ്പിന് മുട്ടയിടാൻ സ്ഥലം കിട്ടി, വാസ്പ് കാരണം ഫിഗിന് പോളിനേഷൻ കിട്ടി. അപ്പൊ രണ്ടുപേർക്ക് ബെനിഫിറ്റ് ഉണ്ട്, മ്യൂച്വലിസമാണ്. ഇതാണ് മക്കളെ രണ്ട് ടൈപ്പ് ഗ്രോത്ത് റേറ്റ് ഓർത്തോണം. ഇതെന്താ? ജെ ഷേപ്ഡ് ഗ്രാഫ്. അപ്പൊ ഇതെന്താ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലാണ്. ഇക്വേഷൻ dn/dt = r × n. r എന്ന് പറയാം ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇവിടെ എസ് ഷേപ്ഡ് ഗ്രാഫാ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഗ്രോത്തിലാ കാണാ? ലോജിസ്റ്റിക് ഗ്രോത്തിലാ കാണാ. ഇക്വേഷൻ എന്താ? dn/dt = r × n k - n/k. r എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആരെങ്ങനെ കണ്ടുപിടിക്കുക? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ചെയ്താൽ മതി. സാർ എന്താണ് കെ? ക്യാരിയിങ് കപ്പാസിറ്റി. കെ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരിയിങ് കപ്പാസിറ്റി. ആർ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, r = b - d. കെ എന്താ? ക്യാരിയിങ് കപ്പാസിറ്റി. ഇതാണ് മക്കളെ ഓർക്കിഡ്. ഓർക്കിഡിന്റെ ഫ്ലവറിൽ തേനീച്ചകൾ വരുന്നതാണ് കേട്ടോ. സ്യൂഡോ കോപ്പുലേഷൻ ഒക്കെ നടത്താൻ മെഡിറ്ററേനിയൻ ഓർക്കിഡിൽ ഫീമെയിൽ പാർട്ട്ണറാണെന്ന് കരുതി മെയിൽ പാർട്ട്ണർ വരും, സ്യൂഡോ കോപ്പുലേഷൻ നടത്തും, എന്നാൽ പോളിനേഷൻ നടക്കും. ഈ കാണിച്ചിരിക്കുന്ന എന്താ? ഓർക്കിഡിന്റെ ചെടി ഹണിബി. അവ തമ്മിലുള്ള മ്യൂച്വലിസമാ. ഹണിബി ഇവന് പോളിനേഷൻ ചെയ്തു കൊടുക്കും, ഇവൻ തിരിച്ചോ സ്യൂഡോ കോപ്പുലേഷൻ ചെയ്തു കൊടുക്കും കേട്ടോ. ഇതിന്റെ ഒരു പെറ്റല്, ഇതിന്റെ ഓർക്കിഡിന്റെ ഒരു പെറ്റല്, ഓർക്കിഡിന്റെ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറിലെ ഒരു പെറ്റൽ എന്തിനെ പോലെ കാണാൻ? ഫീമെയിൽ ബീനെ പോലെ കാണാൻ. അപ്പൊ അട്രാക്റ്റഡ് ആകും? മെയിൽ ബി അതിൻ്റെ അടുത്തേക്ക് വരും. മെയിൽ ബി അതിൻ്റെ അടുത്തേക്ക് വന്ന് അട്രാക്റ്റഡ് ആയി. അപ്പൊ അതിന് എന്ത് ചെയ്യും? സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. ഫോൾസ് സെക്സ് എന്ന് വിളിക്കുക. സ്യൂഡോ കോപ്പുലേഷൻ നടത്തും മക്കളെ. സ്യൂഡോ കോപ്പുലേഷൻ നടത്തുമ്പോഴോ അവന് സ്യൂഡോ കോപ്പുലേഷൻ കിട്ടി. ഓർക്കിഡിനും ഇവനും, ഓർക്കിഡ് ഉണ്ട് ബിയും ഉണ്ട്. ഓർക്കിഡിന് ബിയിൽ നിന്ന് എന്താ കിട്ടിയേ? ഓർക്കിഡിന് ബി കാരണം എന്ത് കിട്ടി? പോളിനേഷൻ കിട്ടി. ഓർക്കിഡിന് ബി കാരണം പോളിനേഷൻ കിട്ടി. ബിക്ക് ഓർക്കിഡ് കാരണം എന്താ കിട്ടിയേ? സ്യൂഡോ കോപ്പുലേഷൻ കിട്ടി. ഫോൾസ് സെക്സ് കിട്ടി. സ്യൂഡോ കോപ്പുലേഷൻ കിട്ടി. രണ്ടുപേർക്കും പോസിറ്റീവാണ്. അപ്പൊ എന്താ? മ്യൂച്വലിസം ആണ്. ഇതാണ് മക്കളെ ഓറിയോട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്രൊഡ്യൂസർ, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമർ, തേർഡ് ട്രോഫിക് ലെവലിൽ സെക്കൻഡറി കൺസ്യൂമർ, ഫോർത്ത് ട്രോഫിക് ലെവലിൽ ടേഴ്ഷ്യറി കൺസ്യൂമർ. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നവർ ആരൊക്കെ? ഫൈറ്റോ പ്ലാന്റ് ആൻഡ് ഗ്രാസ് ട്രീ, പ്ലാന്റുകളാണ് വരിക. സെക്കൻഡ് ട്രോഫിക് ലെവലോ സൂ പ്ലാന്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ, കൗവ്, ഹെർബിവോറുകളാണ് വരിക. തേർഡ് ട്രോഫിക് ലെവലിൽ ആരാ വരിക? ബേർഡ്, വോഫ്, ഫിഷുകളൊക്കെ കാർണിവോറാണ് വരിക. മാനും ലയണും ഒക്കെ എന്താ? ടോപ്പ് കാർണിവോറാണ്. ഫോർത്ത് ട്രോഫിക് ലെവലിലാണ് വരിക. ഇതിൽ ഏതെങ്കിലും ആൾക്കാരെ തന്നിട്ട് ഏത് ട്രോഫിക് ലെവലാണെന്ന് ചോദിക്കാം. മാൻ ഏതാ? അപ്പൊ നമ്മൾ ഊഹിച്ചെഴുതിയിട്ട് കാര്യമില്ല. മാൻ T4 ആണെന്നാ പറയണത്. ഫോർത്ത് ട്രോഫിക് ലെവലാണ്. ഫിഷുകൾ എവിടെ വരിക? T3 വരിക. ഗ്രാസ് ഹോപ്പർ എവിടെ വരിക? T2 വരിക. ട്രീ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാന്റ് എവിടെ വരിക? T1 വരിക. ഇവിടെ പ്ലാന്റ്സ്, ഇവിടെ ഹെർബിവോർ, ഇവിടെ പ്രൈമറി കാർണിവോർ, ഇവിടെ ടോപ്പ് കാർണിവോർ. അങ്ങനെയാണ് പോവുക കേട്ടോ. ഇതാണ് മക്കളെ പിരമിഡ് നോർത്ത് വെച്ചേക്കണം. ഇവിടെ കണ്ടോ? പിരമിഡ് ഓഫ് നമ്പർ ആണ്. ഇവിടുത്തെ സംഖ്യകൾക്ക് യൂണിറ്റ് ഒന്നും കാണില്ല. ഇത് പിരമിഡ് ഓഫ് നമ്പറാ. ഏത് ഷേപ്പാണിത്? അപ്രൈറ്റ് ആണ്. ഇത് ഏത് ടൈപ്പാ? പിരമിഡ് ഓഫ് നമ്പർ. ഇതേതാ സാറേ? ഇവിടെ kg/m² എന്നുണ്ട്. സംഖ്യകളുടെ യൂണിറ്റ് എന്താ? kg/m². kg/m² ആണെങ്കിൽ അത് ഏത് പിരമിഡാ? പിരമിഡ് ഓഫ്
ബയോമാസ. ജൂൾ ആണ് യൂണിറ്റ് എങ്കിൽ പിരമിഡ് ഓഫ് എനർജിയാ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് എങ്കിൽ എന്താ? പിരമിഡ് ഓഫ് ബയോമാസ. ഒരു യൂണിറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താ? പിരമിഡ് ഓഫ് നമ്പരാ. ഇങ്ങനെയാണ് ഏത് ടൈപ്പാന്ന് കണ്ടുപിടിക്കുക. ഒരു പിരമിഡ് തന്നാൽ അതിനടുത്തുള്ള സംഖ്യകൾ നോക്കുക, ആ സംഖ്യയുടെ യൂണിറ്റ് നോക്കുക. യൂണിറ്റ് എന്താ വരിക? ജൂൾ എന്നാണെങ്കിൽ എഴുതി വെച്ചോ, ഇത് പിരമിഡ് ഓഫ് എനർജിയാണ്. ഇത് ഏത് ഷേപ്പാണ് മക്കളെ? അപ്രൈറ്റ് ഷേപ്പാ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ഷേപ്പേ വരുള്ളൂ. കാരണം എന്താ? ഡ്യൂ ടു 10% ലോ. 10% ലോ കാരണം പിരമിഡ് ഓഫ് എനർജി എപ്പോ വരച്ചാലും അപ്രൈറ്റ് ഷേപ്പാ മക്കളെ വരിക. ഇതോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നുണ്ട്. അപ്പൊ എന്താ? പിരമിഡ് ഓഫ് ബയോമാസ. ഏതാ ഷേപ്പ്? ഇൻവേർട്ടഡാ. ഏത് ഷേപ്പ്? സോറി, ഏതാണ്? അപ്രൈറ്റാ. പിരമിഡ് ഓഫ് ബയോമാസ ആണ്. മുകളിലെ കോമ്പസ് സൈസിന്റെ കുറവല്ലേ? അപ്രൈറ്റാ വരിക. എന്നാലോ ഇതും പിരമിഡ് ഓഫ് ബയോമാസ തന്നെ, പക്ഷെ ഇവിടുത്തെ ഏത് ഷേപ്പായി പോയി? ഇൻവേർട്ടഡ് ആയി പോയി. ഏത് ഷേപ്പായി പോയി? ഇൻവേർട്ടഡ്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പിരമിഡ് ഓഫ് ബയോമാസ് 2 ഷേപ്പ് ഉണ്ട്. ഒന്ന് അപ്രൈറ്റ് കിട്ടും, ഇവിടെ കിട്ടിയ പോലെ. അല്ലെങ്കിൽ ഏതാ കിട്ടുക സാറേ? ഇൻവേർട്ടഡാ കിട്ടുക. ഇൻവേർട്ടഡ് ആണ് ഇവിടെ കിട്ടിയ പോലെ. ഇവിടെ ഇൻവേർട്ടഡ് എവിടെ കിട്ടുക എന്നറിയാമോ? അക്വാട്ടിക് എക്കോസിസ്റ്റം. പോണ്ടി റിവറിലേക്ക് പോലുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങളുടെ പിരമിഡ് ഓഫ് ബയോമാസ് വരച്ചാൽ ഇൻവേർട്ടഡാ സാറേ. ബാക്കിയെല്ലാം അപ്രൈറ്റ് ആണ്. ഇൻവേർട്ടഡ് ആകാൻ കാരണം എന്താ അറിയോ? ഈ പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ ബയോമാസ് കൂടുതലാണ് ഇവന്. പ്രൈമറി കൺസ്യൂമർക്ക് ബയോമാസ് ഇവന് കൂടിയോണ്ടാണ് ഇവന്റെ ബോക്സിന്റെ സൈസ് കൂടിയത്. അപ്പൊ അപ്രൈറ്റ് ആയത്. പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ ബയോമാസ് കൂടുതലാണ് ആർക്ക്? പ്രൈമറി കൺസ്യൂമർക്ക്. അതുകൊണ്ട് ബോക്സിന്റെ സൈസ് കൂടി, ഇൻവേർട്ടഡ് ആയി. ഓക്കെ, ഇത്രയാണ് മക്കളെ ഡയഗ്രാംസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രേ ഉള്ളൂ. ഡയഗ്രാംസിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാര്യങ്ങൾ. ഡയഗ്രാംസ് ഭയങ്കര കുറവാണ് ഇതിൽ. +1 ഒരുപാട് ഡയഗ്രാംസ് ഉള്ളതുകൊണ്ടായിരിക്കാം വന്നത്. ഇതിലും വരാൻ ചാൻസ് ഉണ്ട്, വരില്ല എന്നല്ല. നോക്കി വെച്ചേക്കണം, പഠിക്കണം. ഞാൻ വേഗം എല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഡയഗ്രാംസ് ആണ്. NCERT സകലം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്നാട്ടോ, തള്ളിക്കളയല്ലേ. അപ്പം ഒരു കാര്യമേ പഠിക്കാനുള്ളൂ. ഒരുപാട് വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, ചാനലിൽ വരുന്നുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, പഠിച്ചേക്കണേ. ഞാൻ രാവിലെ വന്നതാ, ഞാൻ വൈകുന്നേരം ചായ പോലും കുടിച്ചില്ല. അതുകൊണ്ടാട്ടോ ഒരു ക്ഷീണം. ഓക്കെ, പഠിച്ചേക്കണേടാ മക്കളെ. ഡയഗ്രാംസ് ഒക്കെ 1, 2 മാക്സിമം 3 ഡയഗ്രാം വരെ ചോദിക്കും. മാർഗ്ഗം കളയരുത്. ഡയഗ്രാംസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് കണ്ടാൽ തന്നെ എന്താണെന്നും അതിൻ്റെ അടയാളപ്പെടുത്താനും പഠിച്ചാൽ പോരെ. മാർഗ്ഗം കളയരുത് കേട്ടോ. ശരി.